എല്ലാവരും പെൺകുട്ടികൾക്ക് ഫ്രണ്ടാണ്, എല്ലാവരും ആൺകുട്ടികൾക്ക് ഫ്രണ്ട്സാണ്. എന്താണ് നിങ്ങൾ ഇങ്ങനെ സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത്? എന്താണ് നിങ്ങൾ സഭ്യമല്ലാത്ത രീതിയിൽ പെരുമാറുന്നത്? എന്താണ് നിങ്ങൾ ലജ്ജയില്ലാതെ ആണും പെണ്ണും ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചോദിക്കുമ്പോ അവർ നമ്മളോട് പറയുന്ന ഒരു ഉത്തരമുണ്ട്: ഞങ്ങൾ ഫ്രണ്ട്സാണ്, ഞങ്ങൾ ഫ്രണ്ടാണ്, ഇതെന്റെ ആൺ സുഹൃത്താണ്, ഇതെന്റെ പെൺ സുഹൃത്താണെന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ വിവരമില്ലാത്ത ആളുകളും നമ്മളൊക്കെ എന്തോ മനുഷ്യവർഗത്തിൽ പിറക്കാത്തവരും ഇവരൊക്കെ പ്രത്യേകമായ ഒരു വർഗത്തിൽ പിറന്നവരുമായി നമ്മെ പറ്റിപ്പിക്കുന്ന ചില സംസാരങ്ങളുണ്ട്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, എല്ലാം എന്റെ ചോയ്സാണ്, ഇതെന്റെ ആൺ സുഹൃത്താണ്, ഇതെന്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പാണ് എന്നൊക്കെ പറയുമ്പോ ഈ അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യത്തിൽ, അതിരുകളില്ലാത്ത ബന്ധം ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഉണ്ടായപ്പോഴാണ് ഈ അടുത്ത് 19 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നോ? കൈകളിൽ ഉറുമ്പരിച്ച് കഴുത്തിൽ കയറുമുറുകി ഒരു പെൺകുട്ടിയെ കണ്ടെത്തുകയാണ്. 2 ദിവസം കഴിയുമ്പോ ആ പെൺകുട്ടി മരണപ്പെടുന്നു. ആരാണ് ഈ കൊലപാതകത്തിന് കാരണം? ഇന്നലെ വരെ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തവൻ, ഇന്നലെ വരെ സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിച്ചവൻ, ഇന്നലെ വരെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് കൂടെ കൂടിയവൻ, ഇന്നലെ വരെ ചാറ്റിങ്ങും കോളിങ്ങും നടത്തിയവൻ, അവൻ ഇന്ന് ആ പെൺകുട്ടിയുടെ ശരീരം ആഗ്രഹിക്കുന്നു. ആ ശരീരത്തിനു വേണ്ടി ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തുന്നു. ആരാ കാരണക്കാരൻ? നമ്മുടെ മക്കൾ പറയുന്ന ഈ അതിരുകളില്ലാത്ത ഈ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അനുഭവിക്കുന്ന ഫ്രണ്ട്സാണ് കാരണം. നാം വായിക്കുന്ന വാർത്തകൾ: 17 വയസ്സുകാരിയായ പെൺകുട്ടിയെ അസ്വസ്ഥത കാരണം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ആ പെൺകുട്ടി പ്രസവിക്കുന്നു. ആരാണ് കാരണക്കാരൻ? ആൺ സുഹൃത്താണ് കാരണക്കാരൻ എന്നാണ്. 14 വയസ്സുകാരിയായ പെൺകുട്ടി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. ആ പെൺകുട്ടി ഗർഭം ധരിച്ചവളാണെന്ന് തിരിച്ചറിയുന്നു. ആരാണ് കാരണക്കാരൻ? ആൺ സുഹൃത്താണ് കാരണക്കാരൻ. എത്രയെത്ര വാർത്തകളാണ് പ്രിയപ്പെട്ടവരെ നാം കേൾക്കുന്നത്.